ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സ്ഫിയേഴ്സിനെ മാക്സിമം സ്പേസിൽ അറേഞ്ച് ചെയ്യണം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ് പാക്കിംഗ്. അപ്പൊ സ്ഫിയേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? മാക്സിമം സ്പേസിലായിരിക്കണം. പക്ഷെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മിനിമം ഡിസ്റ്റൻസും ആയിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അറേഞ്ച്മെന്റ് നോക്കിക്കേ. ഇത് തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കണം, പക്ഷെ മാക്സിമം നമ്മൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചു. കുറച്ച് സ്പേസിൽ കൂടുതൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുക. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് കൂടി കഴിയുന്നുണ്ട്, അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാസ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. നമ്മുടെ ഡെൻസിറ്റി ഇസിക്കൽ ടു മാസ് ബൈ വോളിയം. വോളിയം എന്ന് പറയുന്നത് കുറച്ച് സ്പേസിൽ, അതായത് കുറച്ച് വോളിയത്തിൽ എന്ത് വരുക? കൂടുതൽ പാർട്ടിക്കിൾസ്. അപ്പൊ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് ക്ലോസ് പാക്കിംഗ്. നെക്സ്റ്റ്, വൺ ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഉണ്ട്. ഈ ബീഡ്സ് കോർത്ത് കോർത്ത് നമ്മൾ എന്താക്കി മാറ്റുവാണ്? ഒരു മാലയാക്കി മാറ്റുവാണ്. അപ്പൊ ഈ ബീഡ്സ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. ഇതിനെ കോർത്ത് വരുന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് അറേഞ്ച് ചെയ്ത് ഒറ്റ റോ ആയിട്ടാണല്ലോ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വൺ ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ കുറച്ച് സ്ഫിയേഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ അടുക്കി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മൾ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, പാർട്ടിക്കിൾസിനെ തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കണം, എന്നാൽ മാക്സിമം പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ അടുത്തടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവാന്നല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ സ്ഫിയേഴ്സിനെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ ഒറ്റ റോ അല്ലെങ്കിൽ ഒറ്റ ലെയർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വൺ ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്. കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ക്ലോസ് പാക്കിംഗ് ഈസ് നോൺ ആസ് കോർഡിനേഷൻ നമ്പർ. നമ്മൾ ഒരു ക്ലോസ് പാക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാർട്ടിക്കിളിന് ചുറ്റിനുമായിട്ട് എത്ര നെയ്ബറിംഗ് പാർട്ടിക്കിൾസ് ഉണ്ടോ അതിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ. ഹിയർ ദ കോർഡിനേഷൻ നമ്പർ ഈസ് 2. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു സ്ഫിയർ ആയിട്ട് നമ്മൾ എടുക്കുക. ഈ ഒരു പാർട്ടിക്കിളിന് ചുറ്റിനുമായിട്ട് എത്ര നെയ്ബറിംഗ് പാർട്ടിക്കിൾസ് ഉണ്ട്? 2. 1 2. ഇതിനെ ടച്ച് ചെയ്ത് രണ്ടെണ്ണമല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് പറയാൻ പറ്റും ഇതിന്റെ നെയ്ബറിംഗ് പാർട്ടിക്കിൾസ് 2 ആണ്. സോ കോർഡിനേഷൻ നമ്പർ ഓഫ് വൺ ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ഈസ് 2. നെക്സ്റ്റ്, 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് 2 ഡയമെൻഷൻ. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ കയ്യിൽ വൺ ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാല് ഒരു റോ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുക. അങ്ങനെയുള്ള കുറെ വൺ ഡയമെൻഷൻ പാക്കിംഗ് നമ്മുടെ കയ്യിലുണ്ട്, കുറെ റോസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ ചേർത്ത് നമ്മൾ വെക്കുമ്പോൾ കിട്ടുന്നതാണ് 2 ഡയമെൻഷൻ. അപ്പൊ ഇത് ഒരു വൺ ഡയമെൻഷൻ ആണ്. ഇത് അടുത്ത വൺ ഡയമെൻഷൻ. ഇങ്ങനെ കുറെ വൺ ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്. കുറെ റോസ് ഇങ്ങനെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് കുറെ റോസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ അടുക്കി വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 ഡയമെൻഷൻ. ഇതിനെ 2 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ്, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് റോ ആണ് ഇത്. നിങ്ങൾ ഇമാജിൻ ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒരു ഫസ്റ്റ് റോ ഉണ്ട്, ഒരു വൺ ഡയമെൻഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് താഴെയായിട്ട് അടുത്ത ഒരു റോ അറേഞ്ച് ചെയ്യാൻ നമ്മൾ പോവാം. അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിളിന് തൊട്ട് താഴെ വരിക. ഫസ്റ്റ് പാർട്ടിക്കിളിന് താഴെയായിട്ട് അടുത്ത നമ്മുടെ സെക്കൻഡ് റോ അറേഞ്ച് ചെയ്ത് പോവാം. ഓരോ സ്ഫിയറിനും താഴെയായിട്ട് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് പോവാം. ഇനി സെക്കൻഡ് റോയുടെ പാർട്ടിക്കിൾസിന് തൊട്ട് താഴെ
താഴെയായിട്ട് തേർഡ് റോ നമ്മൾ അറേഞ്ച് ചെയ്ത് പോവാം. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പം പാർട്ടിക്കിൾസ് തമ്മിൽ നേരെ നേരെയാണല്ലോ വരുന്നത്, ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെ പറയുന്നതാണ് എ ക്ലോസ് പാക്കിംഗ്. ഇത് ഫസ്റ്റ് റോ എ. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് റോയിലെ സ്ഫിയർ ആയിരുന്നു ഇതെല്ലാം. സെക്കൻഡ് റോ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയുടെ താഴെയായിട്ട് തന്നെ അടുത്ത സ്ഫിയർ അറേഞ്ച് ചെയ്ത് പോവാം. അതുകൊണ്ട് എ. തേർഡ് റോയിലും അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്, സ്ഫിയേഴ്സ് തമ്മിൽ താഴെ താഴെ അറേഞ്ച് ചെയ്ത് പോവാം. ഇങ്ങനെയുള്ള ക്ലോസ് പാക്കിങ്ങിനെ പറയുന്നതാണ് എ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് പറഞ്ഞു വൺ ഡയമെൻഷണൽ സ്ഫിയേഴ്സ് ഉണ്ട്. ഈ സ്ഫിയേഴ്സിനെ ഈ വൺ ഡയമെൻഷണൽ സ്ഫിയേഴ്സ് ചേർത്ത് വെച്ചാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, 2 ഡയമെൻഷൻ ആക്കി മാറ്റുന്നത്. നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ഓരോ പാർട്ടിക്കിൾസിനും താഴെയായിട്ട് അടുത്ത റോ അറേഞ്ച് ചെയ്ത് പോവാം. അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ് എ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ കോർഡിനേഷൻ നമ്പർ. അപ്പൊ നമ്മൾ ഇതൊരു പാർട്ടിക്കിൾ ആയിട്ട് എടുക്കുക, നമ്മുടെ കോർഡിനേഷൻ നമ്പർ കൺസിഡർ ചെയ്യാൻ. ഇതിനെ ടച്ച് ചെയ്ത് എത്ര പാർട്ടിക്കിൾസ് വരുന്നുണ്ട്, ഇതിനെ ടച്ച് ചെയ്ത് ഇത് ഒരെണ്ണം വരുന്നുണ്ട് 1. ഇതിനെ ടച്ച് ചെയ്താണല്ലോ ഈ സ്ഫിയർ വരുന്നത്. then this sphere and this sphere. അപ്പൊ ടോട്ടൽ എത്ര സ്ഫിയർ വരുന്നുണ്ട്, ഒരു സ്ഫിയറിനെ ടച്ച് ചെയ്ത് ടോട്ടൽ 4 സ്ഫിയേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ നമുക്ക് എത്ര ആയിട്ട് എടുക്കാൻ പറ്റും, 4. ഇപ്പൊ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ എ അറേഞ്ച്മെന്റില് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 4. ബിക്കോസ് one sphere is surrounded by 4 spheres. So coordination number is 4. ഇനി ഈ ക്ലോസ് പാക്കിങ്ങിനെ അറിയപ്പെടുന്നതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. നമുക്ക് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ഈ കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് പറഞ്ഞു, ഒരു സ്ഫിയറിനെ സറൗണ്ട് ചെയ്ത് 4 സ്ഫിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കിത് ഒന്ന് ജോയിൻ ചെയ്താല് നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ എ അറേഞ്ച്മെന്റ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. കാരണം ഒരു സ്ഫിയറിനെ സറൗണ്ട് ചെയ്ത് 4 സ്ഫിയേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് പോയാൽ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ആ ക്ലോസ് പാക്കിങ്ങിന് ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. നെക്സ്റ്റ് 2 ഡയമെൻഷന്റെ സെക്കൻഡ് അറേഞ്ച്മെന്റിലോട്ടാണ് പോകുന്നത്. അതിനു മുൻപ് ഞാൻ വോയിഡ് എന്തുവാണെന്ന് പറയാം. നമ്മളൊരു ക്ലോസ് പാക്കിങ്ങിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഈ സ്ഫിയേഴ്സിന് ഇടയ്ക്ക് കുറച്ച് എംപ്റ്റി സ്പേസ് ഉണ്ട്. ദാറ്റ് എംപ്റ്റി സ്പേസ് ഈസ് നോൺ ആസ് വോയിഡ്, VOID. വോയിഡ് എന്ന് പറഞ്ഞാൽ ഇത് എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ സ്ഫിയേഴ്സ് ഇൻ എ ക്ലോസ് പാക്കിംഗ് ഈസ് നോൺ ആസ് വോയിഡ്. ഒരു ക്ലോസ് പാക്കിങ്ങിൽ സ്ഫിയേഴ്സിന് ഇടയ്ക്ക് വരുന്ന എംപ്റ്റി സ്പേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വോയിഡ്. ഇനി അടുത്ത അറേഞ്ച്മെന്റ് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ആണ് ഇത്, ഫസ്റ്റ് ഡയമെൻഷൻ. ഇനി രണ്ടാമത്തെ റോ അറേഞ്ച് ചെയ്യുമ്പം ഈ വോയിഡ്, ഇതിനിടയ്ക്ക് വരുന്ന ഈ എംപ്റ്റി സ്പേസ് ഉണ്ടല്ലോ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വോയിഡ്, ഇവിടായിട്ട് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് പോവാം. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതൊരു ഫസ്റ്റ് ലെയർ ആയിരുന്നു നമ്മുടെ കയ്യിലുള്ളത്. സെക്കൻഡ് ലെയർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ഈ സ്ഫിയർ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, അതാണ് വോയിഡ്. ഈ വോയിഡ്സിലോട്ട് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് പോവാം. തേർഡ് ലെയർ വരുന്നുണ്ട്, വീണ്ടും ഫസ്റ്റ് ലെയറിന്റെ സ്ഫിയേഴ്സിന് താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് പോവാം. ഫസ്റ്റ് ലെയർ അതിലെ പാർട്ടിക്കിൾസിന് താഴെയായിട്ട് തേർഡ് ലെയർ അറേഞ്ച് ചെയ്ത് പോവാം. ഇനി ഫോർത്ത് ലെയർ വരുമ്പോൾ വീണ്ടും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, വീണ്ടും ഈ വോയിഡിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവാം. ഇങ്ങനെ വരുന്ന അറേഞ്ച്മെന്റിനെയാണ് AB അറേഞ്ച്മെന്റ്. A ഫസ്റ്റ് ലെയർ, ഇനി B സെക്കൻഡ് ലെയർ നമ്മൾ അറേഞ്ച് ചെയ്ത് എവിടുന്നാണ്, വോയിഡ്, AB. വീണ്ടും A ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിന് താഴെയായിട്ട് തന്നെ വരുക A, വീണ്ടും വോയിഡ് B. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെ പറയുന്നതാണ് AB ക്ലോസ് പാക്കിംഗ് എന്ന് നമ്മൾ പറയും.
അപ്പോൾ എ ബി ക്ലോസ് പാക്കിങ്, ഇത് ഏത് ക്ലോസ് പാക്കിംഗ് ആണ്? എ ബി ക്ലോസ് പാക്കിംഗ് ആണ്. ഈ എ ബി ക്ലോസ് പാക്കിങ്ങിലെ കോർഡിനേഷൻ നമ്പർ നമുക്ക് നോക്കാം. ഇപ്പൊ ഇതൊരു പാർട്ടിക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം, സ്ഫിയർ. ഇതിനെ ടച്ച് ചെയ്ത് ഹൗ മെനി സ്ഫിയേഴ്സ് ഉണ്ട്? 1. ഇതിനെ ടച്ച് ചെയ്താണ് ഇത് വരുന്നത്. 2, 3, 4, 5, 6. അപ്പൊ ഒരു സ്ഫിയറിന് ചുറ്റിനുമായിട്ടും എത്ര സ്ഫിയേഴ്സ് വരുന്നുണ്ട്? 6. സോ കോർഡിനേഷൻ നമ്പർ 6. ഇനി നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്താൽ, ഈ പാർട്ടിക്കിൾസ് നമ്മൾ അറേഞ്ച് ചെയ്താൽ കിട്ടുന്നത് ഒരു ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിയത് ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് ഈ പാർട്ടിക്കിൾസ് 6 സ്ഫിയേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്താൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് എ ബി അറേഞ്ച്മെന്റ് അറിയപ്പെടുന്ന വേറെ ഒരു പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. എ അറേഞ്ച്മെന്റ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അപ്പൊ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷന്റെ സ്ഫിയേഴ്സിനെ നമ്മൾ ഓരോ ലെയർ ആയിട്ടാണ് അത് താഴെ അറേഞ്ച് ചെയ്ത് പോവാം. 2 രീതി അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ലെയറിലെയും സ്ഫിയേഴ്സിന് താഴെ അറേഞ്ച് ചെയ്ത് പോവാം. That type of arrangement is known as AA arrangement. Coordination number 4. Because one particle or one sphere is surrounded by 4 spheres. So coordination number 4. ഇനി ആ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ വരച്ചു നോക്കുവാണെങ്കിൽ we get a square shape. So it is known as square close packing. Then AB arrangement. AB arrangement എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയറിന്റെ വോയിഡ് എന്ന് പറഞ്ഞാൽ empty space between the spheres. ആ വോയിഡിലായിട്ട് സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് വോയിഡിലായിട്ട് അറേഞ്ച് ചെയ്ത് പോവാം. വീണ്ടും തേർഡ് ലെയർ വരുമ്പോൾ ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിന് താഴെ. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് എ ബി അറേഞ്ച്മെന്റ്. കോർഡിനേഷൻ നമ്പർ 6. 1 particle surrounded by 6 particles. Then it is known as hexagonal close packing. ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇനി നമ്മൾ 2 ഡയമെൻഷൻ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എ ആൻഡ് എ ബി. ഇത് രണ്ടുകൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ ബി ക്ലോസ് പാക്കിംഗ് ഈസ് മോർ എഫിഷ്യന്റ് ദാൻ എ ക്ലോസ് പാക്കിംഗ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ക്ലോസ് പാക്കിങ്ങിലെ വോയിഡ്സ് നോക്കിക്കേ, എയും എ ബിയും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോയിഡ്സിന്റെ അളവ് നോക്കിക്കേ, കുറവ് വരുന്നത് എ ബിയിലാണല്ലോ. എ എടുക്കുവാണെങ്കിൽ വോയിഡ്സ് കൂടുതലായിരിക്കും. വോയിഡ്സ് കൂടുതൽ വരിക എന്ന് പറഞ്ഞാല് കൂടുതൽ സ്പേസ് അവിടെ എന്തായിട്ടാ വരുന്നത്? വേക്കന്റ് ആയിട്ടാ. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്പേസേ വരുന്നേ ഉള്ളൂ. അപ്പം മിനിമം സ്പേസ് ആണ് കൂടുതൽ പാർട്ടിക്കിൾസും എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട് എ ബിയിൽ. അതുകൊണ്ട് ഡെൻസിറ്റി അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ എ ബി ക്ലോസ് പാക്കിംഗ് ഈസ് മോർ എഫിഷ്യന്റ് ദാൻ എ ക്ലോസ് പാക്കിംഗ്. എ ബി ക്ലോസ് പാക്കിംഗ് ഈസ് മോർ എഫിഷ്യന്റ് ദാൻ എ ക്ലോസ് പാക്കിംഗ്. വൈ? ബിക്കോസ് more space is occupied by the spheres and empty space is less. എ ബി നോക്കുവാണെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന empty space എന്ന് പറയുന്നത് വളരെ കുറവാണ്. empty space കുറയുമ്പോൾ കൂടുതൽ പാർട്ടിക്കിൾസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എ ബി ക്ലോസ് പാക്കിംഗ് ഈസ് മോർ എഫിഷ്യന്റ് ദാൻ എ ക്ലോസ് പാക്കിംഗ്.